ഹലോ ഗൈസ്, നമ്മൾ ഇവിടെ പോകുന്നു. നമ്മൾ വീണ്ടും കോളേജിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും, എന്തിനാ ഈ മുതുക്കന്മാര് കോളേജിൽ പോകുന്നത്? പഠിക്കാൻ പ്രായം ഒരു പ്രശ്നമല്ല. പക്ഷെ നമ്മൾ വേറൊരു പാഠം പഠിക്കാൻ പോകുന്നു. നമ്മളൊരു കോളേജിന്റെ ഓണാഘോഷത്തിലേക്ക് പോവുകയാണ്. അവര് നമ്മളെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. ഏത് കോളേജ്? ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കൊളത്തൂർ നെയ്യാറ്റിങ്കര കോളേജിലാണ് നമ്മൾ വിളിക്കുന്നത്. അവിടെ ഓണാഘോഷത്തിന്റെ പരിപാടി പടയോട്ടം. അതെ, അതിലെ ചീഫ് ഗസ്റ്റുകൾ ആരാന്ന വിചാരം? നമ്മളാ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ സമയത്തിന് എത്തോന്ന് അറിഞ്ഞുകൂടാ. കാര്യം നമ്മൾ 2 ബ്ലോക്കിൽ പെട്ടു. ഏതാണ്ട് ഇപ്പോഴും ബ്ലോക്കിലാണ്. ഇപ്പൊ ബ്ലോക്കില്ല, ആ ബ്ലോക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മള് വിനുവിനെ വിളിക്കാൻ വേണ്ടി പോയി കുറെ നേരം ബ്ലോക്ക് ചെയ്യണം. 10:30 പറഞ്ഞത്, ഇപ്പൊ തന്നെ 10:15 അടുപ്പിച്ചായി. 15 മിനിറ്റോട് നെയ്യാറ്റിക്കര എത്തുന്നത് അസംഭവ്യമാണ്. അതും കഴക്കൂട്ടെത്തുന്നു. നമ്മൾ മാക്സിമം നോക്കും 15 മിനിറ്റ് എത്താന്, അല്ല നേരത്തെ എത്താൻ. പിന്നെ അത് മാത്രമല്ല, അഖിൽദാസിന് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടല്ലേ? ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. ഇങ്ങനെ ഇരിക്കണം. എന്നെ മറ്റേ പ്രതിഷ്ഠിച്ചിരിക്കണാണ്. കഴുത്ത് ഭയങ്കര തിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ട്രൈപോഡായിരിക്കും. 3 ദിവസമായിട്ട് പെടലി വേദനയാണ്. അതെ, ആൾക്കാർ ശരിക്കും ജാടയാണെന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയൂല, നേരെ മാത്രം നോക്കി. അതെ. അല്ല, ഇന്ന് നമ്മുടെ പരിപാടി എന്താണ് അവിടെ ചെന്നിട്ട്? പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം കൊഴുപ്പിക്കുക. എങ്ങനെയാണ് നീ കൊഴുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? ആർ യു റെഡി? എങ്ങനെ കൊഴിപ്പിക്കും? എനിക്കതില് നമുക്ക് അവിടെ ചെന്നിട്ട് കൊഴിപ്പിക്കാം, നോക്കാം. അതത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ എന്തായാലും ഹാഷിം ചേട്ടനെ വിളിച്ചിട്ട് അവിടെ പോവാം. എന്നിട്ട് അവിടുത്തെ കോലാഹലങ്ങൾ കാണാം, അല്ലേ? യെസ്, ഹാഷിം ചേട്ടൻ ജോയിൻ ചെയ്യാൻ പോകുന്നു. 5ാമത്തെ ഒരു കാറിൽ കൊള്ളുന്ന ആൾക്കാരെ വിളിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ തള്ളിക്കയറ്റം ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു, നമ്മൾ ഒഴിവാക്കി. കുറച്ചുപേര് ഒഴിവാക്കി. വെൽക്കം ടു. അവര് ഇപ്പൊ വിളിച്ച് ചീത്ത വിളിച്ചേ ഉള്ളൂ. അവര് വിളിച്ചിട്ട് നിങ്ങൾ വരുമോ എന്നൊക്കെ ഇത്തിരി കടുപ്പിച്ച് ചോദിച്ചിട്ട് കിട്ടോ? ഒരു ഉദ്ഘാടനത്തിന് നമ്മൾ ഒരു ഉത്തരവാദിത്തം വേണ്ട. ഞാൻ എപ്പോഴും റെഡി ആയിരിക്കാണ്. കിട്ടാൻ ചാൻസ് ഉണ്ടോ? റെഡിയൊന്നും കിട്ടൂല. വിളിച്ചോണ്ട് അകത്തോട്ടുണ്ട്. നിങ്ങൾ പഠിച്ചാവല്ലതും. പിന്നെ ഞാൻ അവിടെ കാണാതെ പഠിച്ചിട്ടല്ലേ. അപ്പൊ നിങ്ങളുടെ അതാണ് നമ്മുടെ സ്ക്വിഡ് ഗെയിമിന്റെ ഇൻട്രൊഡക്ഷൻ എടുത്ത ആളാണ്. അതുപോലൊരു കാഴ്ച കാച്ചുമ്പോ പിള്ളേര് പറയും ഇറങ്ങി പൊക്കോ. എന്താണ് നടക്കാൻ പോകുന്നത്? ഓക്കെ, നമ്മൾ 6 മത്സരങ്ങൾക്ക് ശേഷം വിജയി ഒരാൾ മാത്രം. ആ വിജയിക്ക് നമുക്ക് കിട്ടുന്നത് 25,000 rupees. വിനു പറഞ്ഞ് നമ്മളെ ഉല്ലാസ് പറഞ്ഞ് നമ്മളെ വീഡിയോ ഒക്കെ പിള്ളേരെ ഇട്ട് കാണിച്ച് എനർജി ആക്കി വെക്കേ. നമ്മുടെ വീഡിയോ ഉണ്ടോ? നമ്മളെ വീഡിയോ എനർജി കിട്ടുമോ? ചിലപ്പോ അവര് ചോദിക്കും, ആരുടെ യവന്മാരെ വിളിച്ചത്? പകുതി കൂടുതൽ നമ്മൾ അറിയാതിരിക്കാനാണ് വഴി. അതാണ് ഞാനും പറഞ്ഞത്. ഇവനൊക്കെ ഏതടാന്ന് ചോദിക്കും. ഉദ്ഘാടനം അതവിടെ നിക്കട്ടെ, നമുക്ക് നമ്മളെ കാര്യം സംസാരിക്കാം. അതുകൊണ്ട് ഇൻട്രോഡക്ഷൻ ചെയ്യേണ്ടി വരും നമ്മളെ പറ്റി. അല്ലെ, അവര് ഇൻട്രോഡക്ഷൻ ചെയ്യോ? പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമ്മള് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മളെ പറ്റി ഒന്ന് പൊക്കി അടിച്ച്. അവിടെ നമ്മളെ പറ്റി പൊക്കിയിടാൻ വേണ്ടി ആളെ വെച്ചിട്ടുണ്ടോ? അല്ല, നമ്മളെ ഇൻട്രോ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇതൊക്കെ അയച്ചു കൊടുത്തു. എന്തൊരു ഇൻട്രോ കൊടുത്തു? നമ്മളൊരു ഇൻട്രോ ഒരു 40 മിനിറ്റ് ക്ലിപ്പ് കൊടുത്തു. 40 സെക്കൻഡ് ക്ലിപ്പാണ്. അതൊന്ന് കാണിച്ചൊക്കെ തരണ്ടേടാ. എന്ത് ക്ലിപ്പാണ് അയച്ചത്? ഹായ് ഗൈസ്. ഹായ് ഗൈസ്. അവിടെ ചെല്ലുമ്പോ സർപ്രൈസ് ആയിട്ട് അവരാ ക്ലിപ്പ് ഇടുവോളൂ. ഇലനിറത്തോണ്ട് വെളമണ കണ്ട പച്ചടി കിച്ചടി പായസം ചമഞ്ഞിട്ട് ഒരുങ്ങിട്ട് ഇടിവെട്ട് കളറിട്ട് ഗൈസ്, നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം അവിടെ എത്തുമെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. ദാസൻ വഴി തെറ്റിച്ച് നമ്മൾ. അതെ, പിന്നെയും തെറ്റിക്കുന്നത്. കണ്ണാടിയും വെച്ചോണ്ടിരിക്കുകയാണ്, അവന് മനസ്സിലാവുന്നില്ല. കണ്ണാടി ഒന്ന് ഒരുക്കി അങ്ങനെ വഴി ചെറുതായിട്ട് തെറ്റിപ്പോയി. അങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ടില്ലേ. ഇനി നമ്മൾ എത്തും, എത്തില്ലേ? അവര് ടോണ് മാറി തുടങ്ങിയോ എന്നൊരു സംശയം. ഇനിയിപ്പം വിഷയമില്ല, നമ്മള് 2 ഫോണിലാണ് ഒരേ സമയം നോക്കിക്കൊണ്ട് പോകുന്നത്. അതെ, അപ്പൊ എന്തായാലും എത്തും. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് അവിടത്തെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു തരാം. പിള്ളേരെല്ലാരും ഇങ്ങനെ ജനനിരകൾ ഇങ്ങനെ നിൽക്കും. അല്ലെ, പിള്ളേരെല്ലാം ഇങ്ങനെ നമ്മൾ ചെന്നിറങ്ങുമ്പോ അവര് വണ്ടി പൊതിയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ദാസേട്ടന് കഴുത്ത് വയ്യാത്തോണ്ട് നമ്മള് വഴക്ക് പറയണില്ല.
പരിപാടിക്ക് ഇടിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ. അല്ല നീ ഓഫ് ചെയ്യല്, ഞാൻ ജസ്റ്റ് സ്ഥലം മാത്രമേ ഇട്ടിട്ടുള്ളൂ. കോളേജ് നീയാണ്. ഇന്ന് നേരെ പോയാ നമുക്ക് വേണ്ടിട്ട് ഇവിടെ ആനയിക്കാൻ വേണ്ടി ഇവിടെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താ തോരണം തോരണം. ഓൾഡ് സ്കൂൾ ബോയ്സിന് സ്വാഗതം. മഹോത്സവം കണ്ട കണ്ട തോരണം, ഫുള്ള് തോരണം. ഇത്രയൊന്നും മുത്തുകൂടാ, ഇത്രയൊന്നും സ്വീകരണം സത്യം പറഞ്ഞാൽ നമ്മളെ പ്രതീക്ഷിച്ചില്ല. നമുക്ക് വേണ്ടിയാണ് പോലീസുകാരെല്ലായിടത്തും. നമ്മള് പോയതിനു ശേഷം ഒരു സല്യൂട്ട് അടിക്കണം. എന്താ ചെയ്യാ, ഇല്ലെങ്കിലും പറയടാ വഴി. ദാസൻ ചേട്ടന്റെ മൂത്രം ഒഴിക്കണമെന്ന്. നമുക്ക് എല്ലാവർക്കും മൂത്രശങ്ക വന്നിരിക്കുകയാണ്. നീ വണ്ടി ഇറക്കാത്തതാണ് നല്ലത്. വണ്ടിക്ക് അതാണ് നല്ലത്, ലോഡ് കൂടുതലാണ്. ശ്രീകാന്ത് വല്ലപ്പോഴേ വണ്ടി ഇറക്കണം. 7 വർഷമായിട്ട് 35 കിലോമീറ്റർ. 5 രാജ്യം തറയില്ല. ഇന്ന് നമുക്ക് മനസ്സിലായി എന്റെ റീസൺ എന്താണ്. പറഞ്ഞു വന്നത് നമുക്ക് എല്ലാവർക്കും ഒരു മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു. ടെൻഷൻ കൊണ്ടായിരിക്കും അല്ലേ? അതെ, അപ്പൊ അതൊരു എന്ത് ചെയ്യാനാ, പ്രശ്നമാവോ? സ്റ്റേജിൽ കയറുമ്പോ ഒരു പ്രശ്നമാവോ? കാല് വേർക്കോ? നമ്മുടെ ഇരുന്ന സ്ഥലങ്ങളെല്ലാം പ്രശ്നമാവുമോ? ആശിമിനെ എന്റെ കൂടെ ഇരുത്താം. ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നുമില്ല, കൈ വേർക്കുന്നൊന്നുമില്ല. അവര് വിളിച്ചോണ്ടിരിക്കുന്നത്. അവര് വിളിച്ച് ചീത്ത വിളിച്ചോണ്ടിരിക്കും. ഇത് എന്തായാലും അവര് ഇതായി അല്ലെങ്കിൽ ഇങ്ങനെ വിളിക്കൂല. ആദ്യം ഒരു 10 മിനിറ്റ് പറഞ്ഞത് വരെ അവര് കോൺഫിഡന്റ് ആയിരുന്നു, കറക്റ്റ് സമയത്ത് അവര് എത്തുമെന്ന്. പിന്നെ വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അവര് വിളിച്ചപ്പോഴും ഒരു 10 മിനിറ്റ് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ചെറിയ ഒരു ഡൗട്ട്. ഇപ്പൊ എത്തും ചെണ്ടമേളമൊക്കെ കേൾക്കും. ഇപ്പം ഇനി ഒരു 1.5 കിലോമീറ്റർ. ഇപ്പം ചെണ്ടമേളം നമ്മുടെ നെഞ്ചിൽ അടിച്ചു തുടങ്ങി. ഇല്ല, എന്റെ നെഞ്ചിൽ അടിക്കണമെന്നില്ല. ഞാൻ ഇവിടെ വെളിയിൽ നിന്നാ കേൾക്കാം. അത് ചെണ്ടപടത്തിന്റെ സൗണ്ടാ. എന്റെ കൈയൊക്കെ ചെറുതായിട്ട് വിയർക്കണോന്ന് എല്ലാത്തിനും വിറയ്ക്കുന്നു. യവന്മാര് ഇത്ര ധൈര്യവാന്മാരായിട്ട് വന്നിട്ട് എങ്ങനെ ആ കൂടെ എനിക്ക് മാത്രമേ ടെൻഷൻ ഇല്ലാതെ. ധൈര്യം എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ സെറ്റല്ലേ? ഇല്ല, സെറ്റല്ല. നിന്നെ പിടിച്ചോണ്ട് വന്ന എന്തിനാ? പ്രസംഗത്തിന്. ഇവിടെ അല്ലേ? 500 മീറ്റർ ഒക്കെ ഇത്രയും ദൂരം ഉണ്ടെന്നേ നമ്മളിപ്പോഴാണ് തിരിച്ചറിയുന്നത്. അതൊക്കെ പോട്ടെ, ദൂരം ഉണ്ടോ? അതേ മാറിപ്പോയ. അതാണ് നീ സത്യം പറഞ്ഞ 300 മീറ്റർ 300 മീറ്റർ 2 കിലോമീറ്റർ കറക്കുക. 500 മീറ്റർ ഭയങ്കര ദൂരം. ഫ്ലൈറ്റ് എടുക്കണം. അയ്യോ, പ്രൈമറി ഹെൽത്ത് സെന്ററോ? ഞാൻ ചിലപ്പോ തലയിറങ്ങി വീഴാൻ സാധ്യത. ആരാമിക ഓ ദാ ഇത് കോളേജ്. എനിക്ക് ടെൻഷൻ അടിക്കുന്നേ. എനിക്ക് ടെൻഷൻ ഇല്ല. പക്ഷെ നമ്മുടെ ഫോട്ടോ ഒന്നും കണ്ടില്ലല്ലോ. ഇയാളാര്? കേറട്ടാ? അവൻ കേറ്. വീണ്ടും തട്ടി. വിളിച്ചോ എന്താ ടെൻഷൻ? ഉല്ലാസിന്റെ ടെൻഷൻ. വൈ ഉല്ലാസ്? അതാ ഹാഷിമാണ് ആദ്യത്തെ ഗസ്റ്റ്. ഇടത് കാലിട്ടോ, വലത് കാലിട്ടോ. ക്യാമറ ഞാൻ എടുക്കട്ടെ, കുഴപ്പമില്ല. ഐ ആം കംഫർട്ടബിൾ. ദാസൻ ചേട്ടൻ ഇറങ്ങിയിരിക്കുകയാണ്. വിളിച്ചില്ല, വിളിച്ചിട്ടല്ലേ പോകാം. ഇനി ആരും ഒന്ന് വിളിക്കും. ആരെങ്കിലും വിളിച്ചിട്ടല്ലേ? അല്ല, അവരെ ക്യാമറയൊക്കെ വെച്ചോണ്ടിരിക്കല്ലോ. അപ്പൊ കേറാം. അല്ലടാ, മുണ്ടെടുത്തിരുന്നെങ്കിലേ അഴിവിയനേട്ടാ ഇവിടെ. ആരും മുണ്ടില്ല. ആരും മുണ്ടില്ല. ഒന്നുമില്ലടാ, എന്റെ വിറയില് മാറി, വലിയ കുഴപ്പമില്ല. പിള്ളേരൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ വിറയിലൊന്നുമില്ല, പക്ഷെ ഇത് കണ്ടപ്പോ ഉണ്ടല്ലോ. ഇതാണ് ഗൈസ് നമ്മുടെ ഇൻട്രോ. എടാ ഇത് പൊളിക്കും നമ്മള്. ഇതാകെ കുറച്ച് പേരേ ഉള്ളൂ, ഇത് വിഷയമില്ല. അല്ല, പതുക്കെ കയറും. ഇതിലൊക്കെ ഞാൻ ക്യാമറ ഇടിച്ചില്ലല്ലോ. ഇവനാണ് എന്നെ പിടിച്ചത്. വീഡിയോയില് കിട്ടിയ
ഇവൻ പിടിച്ച് തള്ളിട്ടു കൈ വയ്യ ഞാൻ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ അറിയാതെ വീണ് പോയതാണ് ഗൈസ്. ഞാൻ ശ്രദ്ധിച്ചടാ നിന്നെ എടുക്കുന്നതിന് മുന്നേ വീഡിയോ പിടിച്ചടാ. ഞാൻ കണ്ടു ഒരു തള്ളിയിട്ട് എന്റെ വീഡിയോ പിടിച്ചല്ലേടാ നീ കൊള്ളാല്ലോ. അയ്യോ ഔദ്യോഗിക ചടങ്ങാണ് സ്റ്റേജിൽ നിർവഹിക്കാൻ പോകുന്നത്. അതിനായി ആദ്യം തന്നെ ഈശ്വര പ്രാർത്ഥനയോടെ തുടങ്ങാം. ദാസനായിരിക്കും സംസാരിക്കാൻ ബെസ്റ്റ് എന്ന് തോന്നുന്നു. ആര് സംസാരിക്കും? ശ്രീകാന്ത് സംസാരിക്കട്ടെ, അവന്റെ ആഗ്രഹം മുടക്കുന്ന ശരിയല്ല. എനിക്ക് കൈ വിറക്കണോന്നൊരു ഞാൻ സംശയം. ഫ്രണ്ട് നിന്നിട്ട് കൈ വരച്ചില്ലല്ലോ, പിന്നെ നീ എന്തിനാ നീയൊക്കെ കണ്ടു ഗൈസ്. അവൻ പറയാ നിങ്ങളെ പേര് വിളിക്കുമ്പോ നേരത്തെ പോലെ ഒന്ന് വീട് കളയല്ലേ. ദാസു ചേട്ടാ ഓക്കെ അല്ലേ? ഉല്ലാസാണ് നിനക്കുള്ളത്. ഞാനത് എവിടെയും വിളിച്ചു പറഞ്ഞു. ഏത് കോടതി കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി തള്ളിയിട്ടോ ചേട്ടാ വീട്ടിയത് മോശമായിട്ടോ. കൂടെ നടന്ന ഒരാളിനെ വീഴ്ത്തുക എന്ന് പറയുന്നത് ശരിയാണ്. ദാസൻ ചേട്ടന് റോസാപ്പ് കൊടുക്കുന്നു ഗൈസ്. പ്രിയാൻ ചേട്ടന് റോസ കൊടുക്കണം. അവനൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് റോസ് ഏ ഏ? അവന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് റോസ് എടുക്കുന്നത്. അയ്യോ കിട്ടിയ വിനു ചേട്ടന് കിട്ടുന്നു ഗൈസ്. അയ്യോ അത് ഞാനാണല്ലേ. ഗൈസ് ഇവിടെ 1 മിനിറ്റ് ഒരാൾക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ട്. അതെ, അതുകൊണ്ട് നമ്മൾ നല്ല പ്രിപ്പയർഡ് ആയിട്ട് ശ്രീകാന്തിനെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് പറ്റും. അതെ അതെ നമ്മൾ ബാക്ക് ബെഞ്ചേഴ്സ് ആണ്, അതുകൊണ്ട് മാത്രമല്ല നമ്മൾ പ്രിപ്പയർഡ് അല്ല, അതിനാണെങ്കിൽ കറക്റ്റ് ആ ഒരു ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. അടുത്തതായി തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഓൾഡ് സ്കൂൾ ബോയ്സ് ആയ നമ്മുടെ വിശിഷ്ട അതിഥികളെ വേദിയിലേക്ക് വരുവാൻ ക്ഷണിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ആശയം പറയണോ പറഞ്ഞത്? ആശയം പറയണോ? ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മളെപ്പോലെ ഒരു കൂട്ടം ഇൻട്രോവേർട്സിനെ ഇതിനെ ഇനാഗുറേഷൻ ക്ഷണിക്കാൻ കാണിച്ച ഒരു ധൈര്യം, അത് എത്ര പറഞ്ഞാലും അഭിനന്ദിക്കാൻ പറ്റും. നമ്മുടെ കോളേജ് സ്കൂളിൻ്റെ ഫസ്റ്റ് ഒരു ഇനാഗുറൽ പ്രോഗ്രാമാണ്. അത് കോളേജിലും ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒരു ഫസ്റ്റ് ഒരു പരിപാടിയാണ്. എല്ലാവർക്കും നല്ലൊരു ടെൻഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെ ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യും. പിന്നെ ഞാൻ സംസാരിക്കുന്നത് നമ്മളെല്ലാവരെയും റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുന്നതാണ്, അല്ലാതെ ആർക്കും സംസാരിക്കാൻ മടിയുണ്ടായിട്ടൊന്നുമല്ല. ഒരാളും കൂടെ സംസാരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു അവസരം തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇതിന്റെ സംഘാടകർക്കും ഇതിന്റെ പ്രിൻസിപ്പൽ, ഇതിന്റെ അധ്യാപകർ, ബാക്കി കുട്ടികൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. പരിപാടി കൊള്ളായിരുന്നു. ഈ ക്രൗഡ് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. പറഞ്ഞു വീട്ടിൽ സൂക്ഷിച്ചു പോണം. എന്നാലും ഒരു കണ്ടന്റിന് വേണ്ടി എന്റെ ചെറുക്കനെ ഞാൻ തള്ളിയിട്ടതാണോ? പറയൂ. ഞാൻ ലൈവായിട്ട് കാണുന്നുണ്ടോ? ഉല്ലാസ് താഴെ പോണു. അത് നമ്മൾ വീഴുമ്പോ അടുത്തിരിക്കുന്ന ആളെ പിടിക്കുന്ന ഒരു ടെൻഡൻസി അത് വീഡിയോയിൽ കിട്ടിയ, അതാണ് എനിക്കറിയാം. കിട്ടിയ വീഴുമ്പോ അടുത്തിരിക്കുന്ന ആളെ പിടിക്കാനുള്ള ഒരു അതാണ്, അല്ല ഞാൻ മനഃപൂർവ്വം ഒന്നല്ല കേട്ടോ. ഞാൻ വീഴാൻ പോയപ്പോ കയറി പിടിച്ച്. അപ്പൊ ദാസൻ ചേട്ടൻ പറയാൻ വേണ്ടി വന്നത് ഇങ്ങനെ സ്റ്റേജ് കൂട്ടാന്ന് വെച്ച് അവര് പറഞ്ഞെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിക്ക ഡാൻസ് കളിക്കാൻ ചെല്ലുമ്പോ എന്നാണ് അല്ലേ? കളിക്കായിരുന്നു, പക്ഷെ കഴുത്ത് എനിക്ക് കഴുത്തുണ്ടായിരുന്നെങ്കിൽ എന്റെ വിടവ് വീണു നികത്തുമെന്ന് ഞാൻ നല്ല രീതിയിൽ. മോണിക്ക് അകലെയാടാ പറഞ്ഞോയി. മോണിക്ക ഡാൻസിന് വേണ്ടിയിട്ടാണ് ഇവർ സ്റ്റെപ്പ് ഇടാൻ പോകുന്നത്. ഫ്രണ്ടില് അവർ നമ്മളുടെ ചോദിച്ചു പാട്ട് പാടാൻ പറ്റുമോ, ഡാൻസ് ഓടാൻ പറ്റുമോ, മിമിക്രി. സാർ അവസാനം ചോദിച്ചു എന്തെങ്കിലും ഒരു പൊടിക്കൈ, എന്തെങ്കിലും ഒരു ഒരു കഴിവില്ലെന്ന് മനസ്സിലായപ്പോ അവര് നമ്മളടുത്ത് പറഞ്ഞ ഫ്രണ്ട് കസേരയിട്ട് തരാം, ഒരു 5 മിനിറ്റ് കണ്ടിട്ട് പോകും. പിന്നെ സാറ് നമ്മളെ അഭിനന്ദിച്ച് എന്ന് വെച്ചാൽ ഒന്ന് പൊക്കി. ഒന്നും കഴിവില്ലാത്തതിന്റെ ഒരു കഴിവുണ്ടോ നിങ്ങൾ? അത് പറഞ്ഞു. ആ സാർ അങ്ങനെ പറഞ്ഞാ സാറ് ചോദിച്ചു
ഒരു കഴിവില്ലാത്തവർക്ക് എന്തെങ്കിലും ഒരു പൊടിക്കൈ നിങ്ങളുടെ കയ്യിലില്ലേ? ഓക്കെ ഗൈസ്, നമ്മൾ നന്ദി പറയുന്നു. ചെറിയ കോളേജാണ്, ചെറിയ സെറ്റപ്പ് ആണെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ ഈ പരിപാടി ഇമ്പ്രൂവ് ഈ ലൈഫ് സെറ്റിങ്സ് നമ്മൾ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മളവിടെ ഭയങ്കര സെറ്റപ്പിൽ പഠിച്ചിട്ടും ഈ ഒരു ലെവലിലൊക്കെ എത്തിയിട്ടുള്ളൂ. ഇതിനേക്കാളും വലിയൊരു സെറ്റപ്പിലോടും പോകില്ല. ഇത് പെർഫെക്റ്റ് ആണ്. പിന്നെ ആക്ച്വലി നമ്മളെ പറ്റി അറിയാത്തവർ ഇവരെ പലരും നമ്മളെന്തോ പെർഫോമൻസ് പ്രതീക്ഷിച്ചെന്ന് പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇതില് പാട്ട് പാടാൻ അറിയാവുന്നവരില്ല, ഡാൻസ് ഇല്ല, അഭിനയം ഇല്ല, എല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കണ്ട് എൻജോയ് ചെയ്ത് തന്നെ നമ്മളെ വിളിച്ചത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഈ പടയോട്ടം പരിപാടി ഒരു ഉഗ്രൻ വിജയമായി മാറട്ടെ. ഇനിയും നല്ല നല്ല പ്രോഗ്രാംസ് വരട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. നീ എങ്ങോട്ടാണ്? വീട്ടിൽ കയറിയോടാ ഗൈസ്, അങ്ങനെ ഞങ്ങൾ വിട വാങ്ങുകയാണ്. അപ്പൊ ഗൈസ്, കോളേജ് നമ്മൾ പ്രകമ്പനം കൊള്ളിച്ച് അത് സംഭവം ഉഷാറാക്കി. നമ്മള് വന്നപ്പോ വൈബ് മാറി. കമന്റ് ഇടുമായിരിക്കും അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത് നമ്മുടെ ഫസ്റ്റത്തെ ഒരു എക്സ്പെരിമെന്റ് ആണ്, ഒരു ട്രൈ ആണ്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, കുറച്ച് റെക്ടിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ അതെ ഇനി വലിയ വലിയ കോളേജ് പരിപാടിയൊക്കെ നമുക്ക് വീണ്ടും വരും അല്ലേ? അതെ ഇനി നമ്മൾ വീഴാതെ മുന്നോട്ട് അതെ. അപ്പോ അതത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ. എന്തിനാണ് പോകുന്നത്? നമ്മളെ ഒരു പരിപാടിക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് മാറ്റി തന്നൂടെടാ. നമ്മൾ ഒരു കോളേജ് ഫംഗ്ഷൻ ആയിട്ട് പോവുകയാണ്. ചെണ്ടമേളം വരുമ്പോഴേ ടെൻഷനാണെന്ന് അറിയാം. ദേവദൂതൻ എന്തരോ ടെൻഷനാണെന്ന് അറിയില്ല. വഴി നോക്കുക, അടുത്ത ഈ തള്ളുകളൊക്കെ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോഴേ പറ്റും. അവിടെ ചെന്നിട്ടൊന്നും പറ്റില്ല. അല്ല ഇപ്പൊ പറയണത്. ഇപ്പൊ ഇച്ചിരി ചെണ്ടമേളം നെഞ്ചത്തടിക്കുന്നുണ്ടോ? എനിക്ക് ഒരു ചെണ്ടമേളം തിരക്ക്. അങ്ങനെയല്ല ചുമ്മാ ആഷിൻ ചേട്ടൻ കത്തിച്ചതാണ്. ആശിവിനെ പോലെ തന്നെ ഉണങ്ങിയിരിക്കുന്നു. ചെവി പോയി, കഴുത്ത് പോയി, കാല് പോയി. കാലിനെന്ത് പറ്റി? തള്ളിയിട്ടത് മറന്നുപോയോ അല്ലേ?